സ്ക്രീൻ ടൈമിനെ എങ്ങനെ ഗുഡ് ടൈം ആക്കി മാറ്റാം? ഹായ് എവരിവൺ, മൈസെൽഫ് ആവനി ബാലകൃഷ്ണൻ, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് അറ്റ് അക്കര ഫൗണ്ടേഷൻ. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് സ്ക്രീൻ ടൈം കുട്ടികളുടെ ഒരു ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ സ്ക്രീൻ ടൈം എന്ന് പറയുമ്പോൾ പാരൻസ് ഒന്ന് പേടിക്കാറുണ്ട്. സോ ദ ട്രൂത്ത് ഈസ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ സ്ക്രീൻ അലോൺ, ഇറ്റ്സ് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് കണക്ഷൻ യു ബിൽഡ് ത്രൂ ഇറ്റ്. വെറുതെ കുട്ടികൾ സ്ക്രീനിന് മുമ്പിൽ ഇരിക്കുന്നതിന് പകരം പാരൻസും കുട്ടികളും എഫക്റ്റീവായി യൂസ് ചെയ്യുമ്പോൾ അത് ലേണിംഗ് ടൂളായി മാറ്റാം. നമ്മൾ സ്ക്രീനിനെ ഡിസ്ട്രാക്ഷൻ എന്നതിന് ഉപരി ലേണിംഗ് പാർട്ട്ണറായി മാറ്റാൻ പോവുകയാണ്. എങ്ങനെയെന്നല്ലേ? കുട്ടികളുമായി വീഡിയോ കാണുമ്പോൾ അതിനിടയിൽ നമ്മൾ കുട്ടികളുമായി സംസാരിക്കുമ്പോൾ ഇത് കൂടുതലായി പാസീവ് ലേണിംഗിൽ നിന്ന് ആക്റ്റീവ് ലേണിംഗിലേക്ക് മാറുന്നു. സോ ഇതിലൂടെ നമ്മൾ കുട്ടികളുടെ പ്രോബ്ലം സോൾവിംഗ്, ടേൺ ടേക്കിംഗ്, ചൂസിംഗ് എന്നീ സ്കിൽസിനെ ഇംപ്രൂവ് ചെയ്യുന്നു. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആൻ ഷോ, ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക്. സ്ക്രീൻ ടൈമിനെ എങ്ങനെ ഗുഡ് ടൈം ആക്കി മാറ്റാം? ബി ദ നറേറ്റർ. വീഡിയോസ് കാണുമ്പോൾ കുട്ടികളുമായി സംസാരിക്കുക. അതായത് വീഡിയോസ് കാണുമ്പോൾ കുട്ടികളുമായി എന്താണ് വീഡിയോസിൽ നടക്കുന്നത് എന്ന് നറേറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഈസ് പോസ് ആൻഡ് പ്രോംപ്റ്റ്. വീഡിയോ കാണുന്നതിനിടയ്ക്ക് വീഡിയോ പോസ് ചെയ്ത് കുട്ടികളുമായി സംസാരിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ ഒരു കുട്ടി കരയുകയാണെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് ദ ബേബി ഈസ് ക്രൈയിങ് എന്ന് പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് ഈസ് എക്സ്പാൻഷൻ ആൻഡ് മോഡലിംഗ്. സ്ക്രീൻ ടൈമിന്റെ സമയത്ത് കുട്ടികൾക്ക് വീഡിയോസിൽ നടക്കുന്ന കാര്യങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക. അതായത് കോൺസ്റ്റന്റ് ക്വസ്റ്റ്യനിങ്ങിന് പകരം നമ്മൾ ഫോക്കസ് ഓൺ ദി കമന്റ്. ഫോർ എക്സാമ്പിൾ, ഇതേത് ആനിമൽ എന്ന് ചോദിക്കുന്നതിന് പകരം ദ മങ്കി ഈസ് ഈറ്റിംഗ് യെല്ലോ ബനാന എന്ന് പറഞ്ഞു കൊടുക്കുക. റിയൽ വേർഡ് കണക്ഷൻ. വീഡിയോയിൽ കാണുന്ന കാര്യങ്ങൾ വീട്ടിൽ ആക്ട് ചെയ്ത് കാണിക്കാവുന്നതാണ്. ഇത് കുട്ടികളുടെ വൊക്കാബുലറി ആൻഡ് സോഷ്യൽ സ്കിൽസിനെ ഇംപ്രൂവ് ചെയ്യുന്നു. കണ്ടന്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സ്ലോ പേസ്ഡ് വീഡിയോ, സ്ക്രീൻ പതിയെ പോകുന്നതും അതുപോലെ തന്നെ കൂടുതൽ നോയ്സ് ഇല്ലാത്തതും ഇന്റൻസ് സൗണ്ട് ഇല്ലാത്ത കാര്യങ്ങളുമായുള്ള വീഡിയോകൾ തിരഞ്ഞെടുക്കുക. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുട്ടികളുടെ ബ്രെയിനെ ഓവർ സ്റ്റിമുലേഷൻ നൽകുന്ന കാര്യങ്ങൾ ഒരു പരിധി വരെ നമ്മൾക്ക് കുറയ്ക്കാം. ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വിഷയമാണ് സ്ക്രീനിൽ ചെലവഴിക്കുന്ന സമയം. അക്കോർഡിംഗ് ടു അമേരിക്കൻ അക്കാഡമി ഓഫ് ചൈൽഡ് ആൻഡ് അഡോൾസെന്റ് സൈക്കാട്രി, ഒരു കുട്ടി ജനിച്ചതിനു ശേഷം 18 മാസം വരെ ഫാമിലിയുമായി വീഡിയോ കോൾ ചെയ്യുന്നതിനൊഴികെ സ്ക്രീൻ പൂർണ്ണമായി ഒഴിവാക്കുക. 18 മാസം മുതൽ 2 വയസ്സാവുന്നത് വരെ പഠനാവശ്യങ്ങൾക്ക് രക്ഷിതാക്കളുടെ കൂടെ 1 മണിക്കൂറോ അതിൽ കുറവോ മാത്രം ചിലവഴിക്കുക. 2 വയസ്സ് മുതൽ 5 വയസ്സ് ആവുന്നത് വരെ ഉപകാരപ്രദമായ ഹൈ ക്വാളിറ്റി കണ്ടന്റുകൾ മാത്രം 1 മണിക്കൂറോ അതിൽ കുറവോ ചിലവഴിക്കുക. 6 വയസ്സ് തൊട്ട് 17 വയസ്സ് വരെ മാക്സിമം 2 മണിക്കൂർ വരെ ചിലവഴിക്കാവുന്നതാണ്. എന്നിരുന്നാലും ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റികളിൽ ശ്രദ്ധിക്കുക, സച്ച് ആസ് ഇൻഡോർ ഗെയിംസ് ഓർ ഔട്ട്ഡോർ ഗെയിംസ്. സ്ക്രീനെ നമുക്ക് ഡിജിറ്റൽ വിൻഡോ ആയി കാണാം. ഈ വിൻഡോയിലൂടെ കുട്ടികളെ റിയൽ ലൈഫുമായി കണക്ട് ചെയ്യുന്നത് ഗുഡ് പാരന്റിംഗ് ആണ്. സോ സ്ക്രീനെ നമുക്ക് ലേണിംഗ് പാർട്ട്ണറായി കാണാം. താങ്ക് യു.